പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിന്ന് ഇംപ്രൂവ്മെന്റ് ക്ലാസിന്റെ മൂന്നാമത്തെ ചാപ്റ്റർ ആരംഭിക്കുകയാണ്. ലീനിയർ ഇൻഇക്വാളിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. ലീനിയർ ഇൻഇക്വാളിറ്റി വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ഗ്രാഫിക്കൽ രീതിയിലും അല്ലാതെ നമ്മൾ നോർമൽ രീതിയിലും സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഭാഗമാണ്. 5 മാർക്കിന്റെ ചോദ്യമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് സാധാരണ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ആ 5 മാർക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് നേരിട്ട് കിടക്കാം. ഓക്കെ, ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത് ഈക്വൽ സിമ്പിൾ ഒഴികെ ബാക്കിയുള്ള സിമ്പിൾസ് ഉപയോഗിച്ചാണ് നമ്മൾ ഇൻഇക്വാളിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത്. അത് ലീനിയർ ഇൻഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ഗ്രാഫ് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതാണ് ലീനിയർ ഇൻഇക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. എ ലെസ് ദാൻ ബി ആണെങ്കിൽ എ എന്ന് പറയുന്നത് ബി യെ കാട്ടി ചെറുതാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡിലും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ലീനിയർ ഈ ഇൻഇക്വാളിറ്റി റിവേഴ്സ് ചെയ്യും. ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. എ ലെസ് ദാൻ ബി ആണെങ്കിൽ മൈനസ് എ ഗ്രേറ്റർ ദാൻ മൈനസ് ബി ആയിരിക്കും. എക്സാമ്പിൾ പറഞ്ഞിപ്പോ 5 ലെസ് ദാൻ 10 അല്ലെ, 5 10നെക്കാട്ടി ചെറുതാണ് 5. രണ്ട് സൈഡിലും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പൊ ഇത് ചെറുതായി പോയി, -5 ആയിരിക്കും വലുത്. ഓക്കെ, ഈ ഒരു കാര്യം മാത്രം നമ്മൾ ഓർത്തിരിക്കുക. അപ്പൊ ഇനി നേരിട്ട് നമുക്ക് സൊല്യൂഷനിലേക്ക് കടക്കാം. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ബോർഡിൽ ഒരു ചോദ്യമുണ്ട്. 4x + 3 ലെസ് ദാൻ 5x + 7 ഫൈൻഡ് ദ വാല്യൂ ഓഫ് x, അല്ലെങ്കിൽ സോൾവ്. ഇതായിരിക്കും ചോദ്യം. അപ്പൊ നമ്മൾ ഇവിടെ സാധാരണ ചെയ്യുന്നത് ഈ എക്സ് ടേംസിനെ എല്ലാം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കളക്ട് ചെയ്യും. എക്സ് ഇല്ലാത്ത ടേംസിനെയൊക്കെ നമ്മൾ റൈറ്റ് സൈഡിൽ കളക്ട് ചെയ്യും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ റൂൾ ഓർത്തോണം. ബോർഡ് മാസ് എന്ന് പറയുന്ന റൂള് ഓർത്തിരിക്കുന്നത് കൊച്ചു ക്ലാസ് നമ്മൾ പഠിക്കുന്നതാണ്. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ആദ്യത്തെ പ്രയോറിറ്റി ബ്രാക്കറ്റിനാണ്. അതായത് ബ്രാക്കറ്റ് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്ത് ബ്രാക്കറ്റ് എലിമിനേറ്റ് ചെയ്യുക. ദെൻ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അതിനുശേഷം അഡീഷൻ, സബ്ട്രാക്ഷൻ. ഈ റൂള് നമ്മൾ തൽക്കാലത്തേക്ക് ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ എന്തായാലും ബ്രാക്കറ്റ് ഇല്ല. ഓക്കെ, അപ്പൊ ബ്രാക്കറ്റും മൾട്ടിപ്ലിക്കേഷനും ഒന്നുമില്ല, അഡീഷൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എക്സ് ടേംസിനെ കളക്ട് ചെയ്യുന്നു. ലെഫ്റ്റിലുള്ള എക്സ് ടേം അതുപോലെ എഴുതി 4x. ദെൻ 5x ലെഫ്റ്റ് വരുമ്പോൾ -5x ലെസ് ദാൻ 7 അവിടെ ഉള്ളത് അതുപോലെ ഇറക്കി എഴുതി. ദെൻ 3 + 3 റൈറ്റിൽ പോകുമ്പോൾ എന്താവും? -3 എന്നായിട്ട് മാറും. 4x - 5x is -x ലെസ് ദാൻ 7 - 3 4. പക്ഷെ നമുക്ക് -x ആണ്. രണ്ട് സൈഡിൽ എന്ത് ചെയ്യണം? മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് x എന്നാവും. ഇപ്പൊ ഇൻഇക്വാളിറ്റി റിവേഴ്സ് ചെയ്യണം. നേരത്തെ പറഞ്ഞായിരുന്നു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റിവേഴ്സ് ചെയ്യണം. ഓക്കെ, ഇത് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവായി, ഇതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് നെഗറ്റീവായി. അപ്പൊ ആൻസർ x ഗ്രേറ്റർ ദാൻ -4. ഇതിന്റെ നമ്പർ ലൈനിലെ എക്സ്പ്രഷനും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എങ്ങനെ ഇതിനെ നമ്പർ ലൈനിൽ എക്സ്പ്രസ് ചെയ്യാം? ഓക്കെ, അപ്പൊ നമ്മുടെ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കണം. ഞാൻ പെട്ടെന്ന് വരയ്ക്കുകയാണ്. ഞാനൊരു നമ്പർ ലൈൻ വരച്ചു. അതിൽ ഞാൻ -4 എന്ന് പറയുന്ന നമ്പർ മാത്രം ഞാൻ അടയാളപ്പെടുന്നു. -4 അതിൽ റൗണ്ട് ചെയ്യും. -4ൽ റൗണ്ട് ചെയ്തിട്ട് ഇവിടെ ഈക്വൽ സിമ്പിൾ ഉണ്ടോ എന്ന് നോക്കും. ഇക്വാലിറ്റി സിമ്പിൾ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഷെയ്ഡ് ചെയ്യാനായിട്ട് പാടില്ല. ഇനി നോക്കുക, -4 x -4നെക്കാട്ടി വലുതായിരിക്കണം. -4നെക്കാട്ടി വലുത് അങ്ങോട്ട് റൈറ്റിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഇത് നമ്മൾ ഷെയ്ഡ് ചെയ്യണം. അപ്പൊ ഇതാണ് അതിന്റെ നമ്പർ ലൈനിലെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഈക്വൽ സിമ്പിൾ ഉണ്ടെങ്കിൽ ഇതിന് ഉൾവശം കൂടെ നമ്മൾ ഷെയ്ഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. 3 × 2 - x greater than or equal to 2 × 1 - x. ഓക്കെ, ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഉണ്ട്. ആദ്യമേ നമ്മൾ ആ ബ്രാക്കറ്റ് ഇവാലുവേറ്റ് ചെയ്ത് മാറ്റണം. ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 2 6. then 3 × -x -3x greater than or equal to 2 × 1 2. then 2 × -x -2x. ഓക്കെ, ബ്രാക്കറ്റ് മാർക്ക് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എക്സ് ടേംസിനെ ഒരു സൈഡിൽ കളക്ട് ചെയ്യണം. ലെഫ്റ്റ് സൈഡിൽ -3x ആണുള്ളത്. റൈറ്റ് സൈഡിൽ നിന്ന് -2x വരുമ്പോൾ അത് +2x ആയിട്ട് മാറും. then greater than or equal to, അവിടെ ചിഹ്നം ഒന്നും മാറില്ല. നമ്മൾ മൈനസ് കൊണ്ടൊന്നും മൾട്ടിപ്ലൈ ചെയ്തില്ല. ഉള്ളിൽ ടേംസിനെ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തേ ഉള്ളൂ. ഇവിടെ മിച്ചം വരുന്ന 2 അതുപോലെ ഇറക്കി എഴുതി. ഈ 6നെ റൈറ്റിൽ കൊണ്ടുപോകുമ്പോൾ -6 ആയിട്ട് മാറും. ഓക്കെ, -3x + 2x that is -x greater than or equal to -4. 2 - 6 is -4. രണ്ട് സൈഡിൽ എന്ത് ചെയ്യണം? മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇത് പോസിറ്റീവ് ആകും, ഇത് പോസിറ്റീവ് ആകും. ഇൻഇക്വാലിറ്റി തിരിയും. that is x less than or equal to 4 എന്ന് ഉത്തരം കിട്ടും.
ഓക്കെ, അതിന്റെ നമ്പർ ലൈനിലെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. നമ്പർ ലൈനാണ്, ഞാൻ ഇടയ്ക്ക് 4 എന്ന് ഇവിടെ കൊടുക്കുന്നു, അത് റൗണ്ട് ചെയ്യുന്നു. ഈക്വൽ സിമ്പിൾ ഉള്ളതുകൊണ്ട് ഇതിന്റെ ഉൾവശം ഞാൻ ഷെയ്ഡ് ചെയ്യുന്നു, ഉൾവശവും ഷെയ്ഡ് ചെയ്തു. ദെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്, ബാക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഷെയ്ഡ് ചെയ്ത് വെക്കണം. അപ്പൊ ഇതാണ് അതിന്റെ നമ്പർ ലൈനിലെ എക്സ്പ്രഷൻ. ഓക്കെ, ഈ 2 ചോദ്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു ചോദ്യം പരിശോധിക്കാം. 3 into x minus 2 by 5 less than or equal to 5 into 2 minus x by 3. ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട് അല്ലേ, ബ്രാക്കറ്റ് എന്തായാലും മാറണം. അപ്പോൾ ഈ 3 കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 3 into x, 3x, then 3 into minus 2 minus x divided by 5. Then less than or equal to, ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 minus 5x all divided by 3. ഇനിയുമാണ് നമ്മുടെ അടുത്ത സിംപ്ലിഫിക്കേഷൻ ശ്രദ്ധിക്കുക. ഡിനോമിനേറ്ററുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഡിനോമിനേറ്ററുകളെ എല്ലാം കൂടെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര ഡിനോമിനേറ്റർ ഉണ്ടോ അത് മുഴുക്കെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ഇപ്പൊ 2 ഡിനോമിനേറ്റർ ഉണ്ട്, ലെഫ്റ്റിലും എടുക്കണം റൈറ്റിലേയും എടുക്കണം. റൈറ്റിൽ ഇപ്പൊ ലെഫ്റ്റിലും റൈറ്റിലും ഓരോന്ന് വീതമേ ഉള്ളൂ, അത് മൾട്ടിപ്ലൈ ചെയ്യാം. 5 into 3 15. വേറെ ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെയും കൂടെ എടുക്കണം. അപ്പൊ എല്ലാ ഡിനോമിനേറ്ററും എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഓരോ ടേമിനെയും, ലെഫ്റ്റിലും റൈറ്റിലുമുള്ള ഓരോ ടേമിനെയും അതിന്റെ പ്രോഡക്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ 5ഉം 3ഉം ആണ്. 15 into ആദ്യത്തേത്, അപ്പൊ ബ്രാക്കറ്റ് വീണ്ടും 3x minus 6 divided by 5 less than or equal to, ഇവിടെയും കൊടുക്കണം 15 into 10 minus 5x divided by 3. ഓക്കെ, ഇനി ഉണ്ടായിരുന്നെങ്കിൽ വീണ്ടും എഴുതണം. 15 into അടുത്ത ടേം എഴുതണമായിരുന്നു. ഇവിടെ ഇപ്പൊ 2 ടേമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇതിനെ കട്ട് ചെയ്യുമ്പോൾ 3 വരും, ഇതിനെ കട്ട് ചെയ്യുമ്പോൾ ആൻസർ 5 വരും. ഇനി ബ്രാക്കറ്റ് മാറണം. 3 കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9x, then 3 into minus 6 minus 18 less than or equal to 5 into 10 50 minus 5 into minus 5 25x എന്ന് വരും. അപ്പൊ നമ്മൾ മുമ്പത്തെ പോലെ ലീനിയർ ആയി കഴിഞ്ഞു. ദെൻ ഇതിനെ കൂടെ നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. 9x ഓൾറെഡി ഇവിടെയുണ്ട്, 25x ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 25x എന്നാവും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 അതുപോലെ ഇറക്കി എഴുതി, മൈനസ് 80 റൈറ്റിൽ പോകുമ്പോൾ പ്ലസ് 18 എന്നായിട്ട് മാറും. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടണം. 25 34x ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇത് 50ഉം 18ഉം കൂടെ കൂട്ടിയാൽ 68 എന്ന് വരും. x കിട്ടാനായിട്ട് 34 കൊണ്ട് ഡിവൈഡ് ചെയ്താണ്. therefore x less than or equal to 68 divided by 34. ഇത് കട്ട് ചെയ്യാം, കട്ട് ചെയ്യുമ്പോൾ ആൻസർ 2 ആണ് വരുന്നത്. that is the solution is x less than or equal to 2. നമുക്ക് ഇതിന്റെ നമ്പർ ലൈനിലെ എക്സ്പ്രഷനും വളരെ എളുപ്പത്തിൽ ചെയ്യാം. 2 എന്ന് അടയാളപ്പെടുത്തുന്നു, ഇവിടെ റൗണ്ട് ചെയ്യുന്നു, ഈക്വൽ സിമ്പിൾ ഉള്ളതുകൊണ്ട് ഷെയ്ഡ് ചെയ്യുന്നു. ലെസ് ദാൻ ആണ് പറഞ്ഞേക്കുന്നത്, ബാക്കിലേക്ക് നമ്മൾ ഷെയ്ഡ് ചെയ്യണം. നമ്പർ ലൈനിലെ എക്സ്പ്രഷൻ ആയി കഴിഞ്ഞു. ഈ ചോദ്യം ചെയ്ത് മനസ്സിലായി. എല്ലാ കാര്യങ്ങളും ഈ ചോദ്യത്തിൽ വന്നിട്ടുണ്ട്. ബ്രാക്കറ്റ് ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, എല്ലാ കാര്യങ്ങളും അടങ്ങിയ ചോദ്യമാണ്. ഓക്കെ, മറ്റൊരു ചോദ്യം. സോൾവ് 2 less than or equal to 3x minus 4 less than or equal to 5. എന്താ ഈ ചോദ്യത്തിന്റെ പ്രത്യേകത? 2 ഇൻഇക്വാലിറ്റീസ് ഉണ്ട്. നമ്മൾ മുമ്പൊക്കെ ചേർത്ത് ഒരു ഇൻഇക്വാലിറ്റി മാത്രമല്ലായിരുന്നു, ഇവിടെ 2 ഇൻഇക്വാലിറ്റി ഉണ്ട്. ഇത് സോൾവ് ചെയ്യുന്നതും ശ്രദ്ധിക്കണം. ഇവിടെയും ആദ്യം നമ്മൾ നോക്കുന്നത് ബ്രാക്കറ്റ് ഉണ്ടോ, ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, ഈ ചോദ്യത്തിൽ ബ്രാക്കറ്റ് ഇല്ല. ഡിവിഷൻ, നമ്പേഴ്സ് ഡിനോമിനേറ്റർ അതും ഇല്ല. ദെൻ മൾട്ടിപ്ലിക്കേഷൻ അതും ഇല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇല്ല എങ്കിൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മിഡിലിൽ വന്നിരിക്കുന്ന വേരിയബിളിന്റെ കൂടെ വന്നിരിക്കുന്ന ഈ സംഖ്യേനെ നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പൊ ഇത് -4 ആണെങ്കിൽ എല്ലാ ടേമിനെയും ഒരു +4 കൊടുത്തേക്കണം. അല്ല, ഇത് +4 ആയിരുന്നുവെങ്കിൽ എല്ലാ ടേമിന്റെയും കൂടെ എന്ത് ചെയ്യണം, ഒരു -4 കൊടുക്കണം. അതായത് ഈ നമ്പർ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ -4 ആണ്, എല്ലാ ടേമിന്റെയും കൂടെ ഞാനൊരു +4 കൊടുക്കും. അപ്പൊ നോക്കി, 2 + 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x minus 4 plus 4 അവിടെയും കൊടുക്കണം അല്ലേ, ഇവിടെയും കൊടുത്തു +4, ഈ ടേമിന്റെ കൂടെ +4 കൊടുത്തു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 + 4. ഓക്കെ, അപ്പൊ -4ഉം +4ഉം കട്ടാവും. ഇത് ആഡ് ചെയ്യുമ്പോൾ 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 + 4 9 എന്ന് വരും. ഇനി x ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇൻറ്റു ചെയ്തിരിക്കുന്ന x ആണ്. അപ്പൊ ഇനി 3 എന്ന് പറയുന്ന ഇൻറ്റു ചെയ്തിരിക്കുന്ന 3നെ നമുക്ക് കളയണം. അപ്പൊ അതിന്റെ റിവേഴ്സ് ആയിട്ടുള്ള ഓപ്പറേഷൻ എടുക്കണം. ഇൻറ്റുവിന്റെ റിവേഴ്സ് ഡിവിഷൻ. അപ്പൊ എല്ലാ ടേമിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 6/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9/3. പല കുട്ടികൾക്കും തെറ്റുന്ന ഒരു സാധനമുണ്ട്. ഇവിടെ -3 ആയിരുന്നെങ്കിലോ എല്ലാത്തിനെയും -3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇൻഇക്വാലിറ്റി തിരിച്ചിടണം, മറന്നു പോകരുത്. -3 ആയിരുന്നുവെങ്കിൽ -3 കൊണ്ട് ഡിവൈഡ് ചെയ്യണമായിരുന്നുവെങ്കിൽ എല്ലാ ടേംസിനെയും -3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പക്ഷേ ഇൻഇക്വാലിറ്റി റിവേഴ്സ് ചെയ്യണം. ഇവിടെ പക്ഷേ കുഴപ്പമൊന്നുമില്ല, -3 അല്ല +3 ആണ്. ഇൻഇക്വാലിറ്റിക്ക് ഒന്നും വ്യത്യാസം വരുന്നില്ല. അപ്പൊ 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ
2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ കട്ട് ചെയ്യുമ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ആൻസർ 3 എന്ന് വരും. അപ്പൊ ഇതായിരിക്കും നമ്മുടെ സൊല്യൂഷൻ. അട്ടെ ഇതിന്റെ നമ്പർ ലൈനിലെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. നമ്പർ ലൈൻ വരച്ചു, ദെൻ രണ്ട് നമ്പേഴ്സ്, 2നും 3നും അടയ്ക്കാണ്, ദെൻ 2 അടയാളപ്പെടുത്തി 3 അടയാളപ്പെടുത്തി റൗണ്ട് ചെയ്യുക. ഇവിടെ ഈ രണ്ടിടത്തും ഈക്വൽസ് ഉണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇത് ബബിൾ ചെയ്യണം. ഇതിനകമുള്ളിൽ നമ്മൾ ഷെയ്ഡ് ചെയ്യണം ബിറ്റ്വീൻ 2 and 3. ഇത് നമ്മൾ ഇതിന്റെ ഭാഗവും ഷെയ്ഡ് ചെയ്യണം. അപ്പം ഇതായിരിക്കും ഇതിന്റെ നമ്പർ ലൈനിലെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രാഫിക്കൽ സൊല്യൂഷൻ ആണ്. എങ്ങനെ ഗ്രാഫ് വരച്ച് ഇതിന്റെ സൊല്യൂഷൻ, ഇപ്പൊ നമ്മൾ അതല്ലാതെയുള്ള സൊല്യൂഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ ഗ്രാഫ് വരച്ചിട്ട് എങ്ങനെ സൊല്യൂഷൻ നമുക്ക് അടയാളപ്പെടുത്താനായിട്ട് സാധിക്കും. ഇതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ചോദ്യം നോക്കാം. സോൾവ് 2x + y ≥ 6, 3x + 4y <= 12 ഗ്രാഫിക്കലി. ഇങ്ങനെയായിരിക്കും പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുക. ഈ വേർഡിങ്ങിന് പോലും വ്യത്യാസം ഉണ്ടാവില്ല. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും. അപ്പോൾ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ലീനിയർ ആയതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അതിന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ അതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ മിനിമം 2 കോർഡിനേറ്റ് വേണം. അപ്പൊ നമ്മൾ അതിന്റെ ബോക്സ് വരയ്ക്കണം. നമുക്ക് ആദ്യത്തെ ഗ്രാഫിംഗ് എടുക്കാം. 2x + y = 6. തൽക്കാലത്തേക്ക് ഈക്വൽസ് എടുക്കാം. നമുക്ക് അതിന്റെ കോർഡിനേറ്റ് ഒന്ന് കണ്ടുപിടിക്കണം. ആ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ബോക്സ് വരയ്ക്കുക. സപ്പോസ് എക്സ് വൈ, ദെൻ 2 കോർഡിനേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബോക്സ് വരയ്ക്കുക. ഓക്കെ, നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നത് എക്സിന് 0 ഇട്ട് കൊടുക്കും. എക്സിന് ആദ്യമേ 0 കൊടുക്കും. അപ്പൊ ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ എന്ത് വരും? 2 × 0 + y = 6. 2 × 0 0 ആയി പോയി. അപ്പൊ പിന്നെ y = ആരെന്ന് വരുന്നത് 6 എന്ന് വരും. അപ്പൊ ഇതിന് തൊട്ട് താഴെയായി അവിടെ നമ്മൾ 6 എന്ന് അടയാളപ്പെടും. ഓക്കെ, അടുത്തത് ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് yക്ക് 0 കൊടുക്കും. ഇവിടെയാണ് 0 കൊടുക്കുന്നത്. yക്ക് 0 കൊടുക്കും. yക്ക് 0 കൊടുക്കുമ്പോൾ ഇവിടെ 2x + 0 = 6 എന്ന് വരും. അപ്പോൾ 2x = 6. x കിട്ടാൻ 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആൻസർ 3. അപ്പോൾ ഇത് 3 എന്ന് വരും. ഓക്കെ, ഒന്നാമത്തെ ഗ്രാഫ് വരയ്ക്കാനുള്ള കോർഡിനേറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്ത ഗ്രാഫിന്റെ കോർഡിനേറ്റ് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, 3x + 4y = 12. ഇവിടെ നമുക്ക് ഗ്രാഫിന്റെ ബോക്സ് ഒന്ന് വരയ്ക്കാം. എക്സും വൈയും അടയാളപ്പെടുത്തി എക്സ് വൈ, ദെൻ എക്സിന് 0 കൊടുക്കും. എക്സിന് 0 കൊടുക്കും. പിന്നെ ഈ ടൈം ഇല്ല അല്ലേ, ഈ ടൈം ഇല്ല. പിന്നെ 4y എന്ന് മാത്രമേ ഉള്ളൂ. 4y = 12 ആണ്. അപ്പോൾ y കണ്ടുപിടിക്കാൻ 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആൻസർ 3. ആ 3 ഇവിടെ എഴുതുന്നത് കണ്ടോ, 0 3. കോർഡിനേറ്റ് ഇങ്ങനെ എടുക്കുന്നത്, ഇങ്ങനെ അല്ല എടുക്കുന്നത്, ഇങ്ങനെ താഴോട്ട് 0, ദെൻ അന്നേരം 3 ആണ്. അടുത്തത് yക്ക് 0 എടുക്കുക. yക്ക് 0 എടുക്കുമ്പോൾ ഈ ടൈം ഇല്ല. പിന്നെ പോട്ടെ ആര് മാത്രമേ ഉള്ളൂ? 3x മാത്രമേ ഉള്ളൂ. 3x ആണ് അത്ര 12 എന്ന് പറയുന്നത്. അപ്പൊ x = 12/3 എന്ന് പറഞ്ഞാൽ ആൻസർ 4 ആണ് വരും. അപ്പൊ നമുക്ക് ഗ്രാഫ് വരയ്ക്കേണ്ട കോർഡിനേറ്റുകളായി. ഇനി നമ്മൾ ഗ്രാഫ് വരച്ചാൽ മതി. ഓക്കെ, ഒന്നാമത്തെ ഗ്രാഫ് നമുക്ക് വരയ്ക്കാം. കോർഡിനേറ്റ് ഞാൻ പറഞ്ഞു 0 6 ഇങ്ങനെ എടുക്കണം. 0ക്ക് നേരെ 6 അടയാളപ്പെടുത്തണം. 0ക്ക് നേരെ 6, ഇത് 5 വരെ ഉള്ളൂ. ദാറ്റ് ഈസ് 6. സപ്പോസ് ഹിയർ 6. അപ്പൊ ഇവിടെ ആയിരിക്കും 6 എന്ന് പറയുന്നത്. ദെൻ അടുത്തത് 3 0. ആദ്യമേ എക്സിൽ 3 എടുക്കുക. y 0 എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എങ്ങോട്ടും ചലിക്കാൻ പറ്റത്തില്ല. ഇവിടെ ആയിരിക്കും പോയിന്റ് വരെ. അപ്പൊ ഈ പോയിന്റ് നമുക്കൊന്ന് വരയ്ക്കാം. ഇത് ഗ്രാഫ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു. നീട്ടി വരച്ചേക്കുന്നു. ഓക്കെ, ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന്റെ ഷെയ്ഡും കൂടെ നമ്മൾ തീരുമാനിക്കണം. എങ്ങോട്ടാണ് അതിന്റെ ഷെയ്ഡ് വരുന്നത്? ഷെയ്ഡ് എങ്ങോട്ടാണെന്ന് അറിയാൻ ഒറ്റ മാർഗമേ. നമ്മൾ ഇപ്പൊ വരച്ച ഗ്രാഫിന്റെ ചോദ്യത്തിൽ ഈ ഗ്രാഫ് കടന്നു പോകാത്ത ഒരു പോയിന്റ് എപ്പോഴും എളുപ്പം 0 0 ആണ്. ഈ 0 0 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ നമ്മൾ എക്സിന് വൈക്കും കൊടുക്കുക. അപ്പൊ ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ അത് 0 ആയി പോകും. ഇവിടെ വൈക്ക് 0 കൊടുക്കുമ്പോൾ അതും 0 ആയി പോകും. പിന്നെ > 6. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ 0 വലുതാണ് 6നെ കാട്ടിൽ. ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കുക. 0 വലുതാണ് 6നേക്കാൾ. ഇത് ഫോൾസ് ആണ്, തെറ്റായ പ്രസ്താവനയാണ്. തെറ്റാണെങ്കിൽ 0 0 എവിടെയാണോ അതിന്റെ ഓപ്പോസിറ്റിലേക്ക് ഷെയ്ഡ് ചെയ്യണം. ശരിയാണെങ്കിൽ 0 0യുടെ അടുത്തേക്ക് ഷെയ്ഡ് ചെയ്യണം. ഇത് തെറ്റാണ്. അതുകൊണ്ട് ഈ ഗ്രാഫിന്റെ ഷെയ്ഡ് നേരെ മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആരോ മാർഗം ഇങ്ങനെ സൂചിപ്പിച്ചാൽ മതി. പിന്നീട് നമുക്ക് ഒരുമിച്ച് ഷെയ്ഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഗ്രാഫും വരച്ചു, അതിന്റെ ഷെയ്ഡും തീരുമാനിച്ചു. ഇനി രണ്ടാമത്തെ ഗ്രാഫ് 0 3. 0 ഇവിടെയാണ്. ദെൻ അതിന് നേരെ 3 ഇവിടെ വരും. 0 3. ദെൻ 4 0 എന്ന് പറയുന്ന ഗ്രാഫ്
പോയിന്റ് ഇവിടെയാണ്. അപ്പോൾ ആ പോയിന്റുകളെ തമ്മിൽ നമ്മളൊന്ന് പ്ലോട്ട് ചെയ്യുന്നു. ഗ്രാഫ് നമ്മൾ വരയ്ക്കാനായിട്ട് 2 പോയിന്റ്സ് എടുക്കുന്നു, വരയ്ക്കുന്നു. ആ ഗ്രാഫുകൾ നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചേക്കാം, നമുക്ക് എവിടെയാണെന്ന് അറിയില്ല, സപ്പോസ് അത്രയും. അപ്പോൾ ഈ ഗ്രാഫിന്റെ പേരോട് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. ഇത് 2x + y > or = 6ന്റെ ഗ്രാഫ്. ഇപ്പൊ നമ്മൾ വരച്ചത് 3x + 4y ആണ്. 3x + 4y < or = 12 അപ്പൊ നമുക്ക് ഇവിടെ 0 0 കൊടുക്കാം. ഇവിടെ 0 കൊടുക്കുമ്പോൾ 0 പ്ലസ് ഇവിടെ 0 കൊടുക്കുമ്പോൾ അതും 0 < അല്ലെ < 12. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0 ചെറുതാണ് 12-നേക്കാട്ടിൽ. ശരിയല്ലേ? ഇത് ട്രൂ ആണ്, പ്രസ്താവന ട്രൂ ആണ്. അപ്പൊ ഈ ഗ്രാഫിന്റെ ഷെയ്ഡ് എങ്ങോട്ട് വരും? 0യുടെ അടുത്തേക്ക് ഇങ്ങോട്ടാണ് ഈ ഗ്രാഫ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഗ്രാഫ് വരച്ചു, ഷെയ്ഡ് തീരുമാനിച്ചു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 2 ഗ്രാഫിന്റെയും ഷെയ്ഡുകൾ ഒരുമിച്ച് ചേരുന്ന സ്ഥലമുണ്ട്. ആ ഭാഗം മാത്രം ഷെയ്ഡ് ചെയ്ത് കാണിക്കുക. ഓക്കെ, ഇവിടെ നോക്കാം. ഈ ഭാഗത്ത് 2 ഗ്രാഫിന്റെയും ഓക്കെ, ഇവിടെ ഇതിന്റെ ഷെയ്ഡ് ഉണ്ട്, പക്ഷെ ഇതിന്റെ ഷെയ്ഡ് ഇല്ല. അപ്പൊ 2 ഗ്രാഫിന്റെ ഷെയ്ഡ് കൂടി ചേരുന്നത് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെ അങ്ങോട്ടുണ്ട്, ഇവിടെ ഇങ്ങോട്ടുണ്ട്. അപ്പൊ ഈ ഷെയ്ഡ് എന്ന് പറയുന്നത് ഇവിടെ മുതൽ നേരെ താഴേക്കായിരിക്കും. ഈ ഒരു ഇടഭാഗമായിരിക്കും ഗ്രാഫിന്റെ സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, 4 മാർക്കിന്റെ ചോദ്യമാണ് ചോദിച്ചാൽ. അപ്പൊ ഇതാണ്, ഈ രീതിയിലാണ് നമ്മൾ ഗ്രാഫിക്കൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് ഇത്രേ പഠിക്കാനായിട്ടുള്ളൂ. ഇനി അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 2017 മാർച്ചിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. 2017 മാർച്ച്. ഓക്കെ, ചോദ്യം ഇതായിരുന്നു. 6ാമത്തെ ചോദ്യമാണ്. സോൾവ് ദ ഇനീക്വാളിറ്റി x/3 > x/2 + 1. സോൾവ് ദ ഇനീക്വാളിറ്റി. എത്രയേ ഉള്ളൂ, ഗ്രാഫിക്കൽ സൊല്യൂഷൻ അല്ല, സോൾവ് ദ ഇനീക്വാളിറ്റി എന്ന് മാത്രമേ ചോദ്യമുള്ളൂ. അപ്പൊ നമുക്കിത് ചെയ്യാം. ബ്രാക്കറ്റ് ഇല്ല, ഡിവിഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡിവിഷൻ, ഡിനോമിനേറ്ററുകളെല്ലാം കൂടെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. 3ഉം 2 മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് 3 × 2 6 ആണ്. അപ്പൊ 6 കൊണ്ട് x/3 മൾട്ടിപ്ലൈ ചെയ്യണം, > 6 × x/2 മൾട്ടിപ്ലൈ ചെയ്യണം, 6 × 1. എല്ലാത്തിനെയും ഇതിനെയും ചെയ്യണം. അപ്പൊ ഇതിന്റെ ഡിനോമിനേറ്റർ നമ്മൾ ഇതിന്റെ എടുത്തില്ല എന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കാൻ പാടില്ല. ഇതിന് ഡിനോമിനേറ്റർ ഇല്ലെങ്കിൽ പോലും ബാക്കിയുള്ള ഡിനോമിനേറ്ററിന്റെ പ്രോഡക്റ്റ് ഉണ്ട്, അതിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ 6നെ 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 2 വരും. ദാറ്റ് ഈസ് 2x > ഇതിനെ 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 3x + 6. 3x ഇപ്പുറത്ത് വരട്ടെ. അപ്പൊ 2x - 3x > 6. ഇത് -x എന്ന് വരും, > 6. അപ്പൊ 2 സൈഡിൽ എന്ത് ചെയ്യണം? മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇത് x ആയിട്ട് മാറും, ഇത് -6. പക്ഷെ ഇനീക്വാളിറ്റിയോ ഇത് ഗ്രേറ്റർ ആണെങ്കിൽ എന്തായിട്ട് മാറും? ലെസ് ആയിട്ട് മാറും. ഓക്കെ, നമ്പർ ലൈനെ കൂടെ എക്സ്പ്രസ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അത് ചോദിച്ചെങ്കിൽ ചെയ്താൽ മതി. ഞാൻ ചോദ്യത്തിലേക്ക് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒന്ന് കാണിക്കാം. -6 റൗണ്ട് ചെയ്യുന്നു, ഈക്വൽ സിമ്പൽ ഇല്ല, അത് ഉൾവശം ഷെയ്ഡ് ചെയ്യണ്ട. ബട്ട് ലെസ് ദാൻ ആണ്, ബാക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഷെയ്ഡ് ചെയ്ത് കാണിക്കണം. ഓക്കെ, ആ ചോദ്യത്തിന്റെ ഉത്തരം കഴിഞ്ഞു. 2 മാർക്ക്. അടുത്ത ചോദ്യം, സോൾവ് ദ സിസ്റ്റം ഓഫ് ഇനീക്വാളിറ്റീസ് ഗ്രാഫിക്കലി. ഒന്നാമത്തെ ചോദ്യം, അതിന്റെ ഒന്നാമത്തെ ഇക്വേഷൻ 2x + y > or = 6. then 3x + 4y < or = 12. ഇതായിരുന്നു ചോദ്യം. നോക്കിക്കേ, ഈ ചോദ്യം നമ്മൾ മുമ്പേ ചെയ്ത ചോദ്യമാണ്. ഇപ്പൊ 2017 മാർച്ചിൽ ചോദിച്ച ചോദ്യം നമ്മൾ മുമ്പേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യാനായിട്ട് സമയം കളയുന്നില്ല. ഓക്കെ, അപ്പോൾ അതിന് എത്ര മാർക്കായിരുന്നു? ഗ്രാഫിന് 3 മാർക്കും ഇനീക്വാളിറ്റി സോൾവ് ചെയ്യുന്നതിന് 2 മാർക്കും. അങ്ങനെ 3ഉം 2ഉം 5 മാർക്ക് പക്ക നമുക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അടുത്ത ഒരു ചോദ്യ പേപ്പർ നമുക്ക് നോക്കാം. 2015 സെപ്റ്റംബർ ഇംപ്രൂവ്മെന്റ് ചോദ്യമാണ്. അതിന്റെയും 6ാമത്തെ ചോദ്യമാണ്. സോൾവ് ദ ഇനീക്വാളിറ്റി ആൻഡ് റെപ്രസെന്റ് ഇൻ number line, the solution in number line. Okay, solve the inequality എന്ന് മാത്രമേ ഉള്ളൂ. 7x + 3 < 5x + 9. ഗ്രാഫിക്കലി അല്ല, സോൾവ് ദ ഇനീക്വാളിറ്റി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 5x ഇപ്പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ 7x ഇവിടെയുണ്ട്, ഇത് വരുമ്പോൾ -5x < 9, 3 ഇപ്പുറത്ത് വരുമ്പോൾ -3. അപ്പൊ ഇത് 7x - 5x 2x < 9 - 3 6 എന്ന് വരും. ഓക്കെ, അപ്പൊ x < 6/2. ആൻസർ x < 3. ഉത്തരമായി. ആൻഡ് എക്സ്പ്രസ് ദ സൊല്യൂഷൻ ഇൻ നമ്പർ ലൈൻ. അപ്പൊ നമ്മൾ നമ്പർ ലൈൻ വരയ്ക്കണം.
അതൊക്കെ വൃത്തിയായിട്ട് വരയ്ക്കണം കേട്ടോ. ഇത് ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ അത് ഈ ലൈനൊക്കെ വരയ്ക്കുമ്പോൾ പെൻസിൽ ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് വരയ്ക്കണം. അവിടെ നമ്മൾ 3 എന്ന് അടയാളപ്പെടുത്തുക, റൗണ്ട് ചെയ്യുക, ഈക്വൽ സിമ്പൽ ഇല്ല, അപ്പോൾ ലെസ് ദാൻ ആണ്, ബാക്കിലേക്ക് നമ്മൾ ഷെയ്ഡ് ചെയ്ത് ആ ലൈൻ ബാക്കിലേക്ക് ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരമായി കഴിഞ്ഞു. 2 മാർക്കായിരുന്നു ആ ചോദ്യം. ഓക്കെ, അടുത്ത ചോദ്യം. സോൾവ് 3x plus 4y less than or equal to 60, then x plus 3y less than or equal to 30, x, y greater than or equal to 0. ഗ്രാഫിക്കലി. അപ്പൊ ഗ്രാഫ് വരയ്ക്കാനുള്ള ചോദ്യമാണ്. അപ്പൊ ഇതിനകത്ത് ആദ്യം നമുക്ക് ഈ 2 ഗ്രാഫ് അങ്ങ് വരച്ചേക്കാം. എക്സും വൈയും 0യെക്കാട്ടിൽ വലുതായിരിക്കണം. അപ്പൊ എക്സ് 0യെക്കാട്ടിൽ വലുതാകുക എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ടാണ്. അപ്പൊ ഈ വൈ ആക്സിസ് അങ്ങോട്ട് ഷെയ്ഡ് ചെയ്യണമെന്നാണ്, ഇത് റൈറ്റിലേക്ക് ഷെയ്ഡ് ചെയ്യണം. ഇനി വൈ ഗ്രേറ്റർ ദാൻ 0, അപ്പൊ ഇത് മുകളിലേക്ക് ഷെയ്ഡ് ചെയ്യണം. അപ്പൊ ഇത് മുകളിലേക്ക് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തു. അല്ലെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കുക, ഇങ്ങനെ ഒരു കണ്ടീഷൻ തന്നാൽ എക്സും വൈയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് തന്നാൽ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത് എപ്പോഴും ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രമേ ഷെയ്ഡിങ് ഉണ്ടാകാവൂ. വേറെ എങ്ങോട്ടും ഷെയ്ഡ് ഇറങ്ങി പോകരുത്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രമേ ഷെയ്ഡ് ചെയ്യാൻ പാടുള്ളൂ. ഏത് കണ്ടീഷൻ കണ്ടാല്? ഇങ്ങനെ കണ്ടാൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇങ്ങനെ അല്ലെങ്കിൽ ഒരുമിച്ച് തരും, അല്ലെങ്കിൽ ഇങ്ങനെ പ്രത്യേകം തരാം, ഇങ്ങനെ തരാം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്താണ് ഈ ചോദ്യത്തിൽ ഇങ്ങനെ തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഇത് മനസ്സിലാക്കുക, ഗ്രാഫിന്റെ ഷെയ്ഡ് ഒരിക്കലും ഫസ്റ്റ് ക്വാഡ്രന്റിൽ നിന്ന് വേറെ എങ്ങോട്ടും പോകാനായിട്ട് പാടില്ല. ഇനി നമുക്ക് ബോക്സ് വരയ്ക്കാം. 3x plus 4y is equal to 60. നമുക്ക് ബോക്സ് വരയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സ് വൈ 2 കോളം ഇട്ടു, എക്സിന് 0 കൊടുത്തു. അപ്പൊ ഇതങ്ങ് പോയി. 4y is equal to 60. കണ്ടോ? അപ്പൊ y is equal to 60/4. 60/4 എന്ന് പറഞ്ഞാൽ ആൻസർ 15 എന്ന് വരും. ഓക്കെ, അടുത്തത് വൈക്ക് 0 കൊടുക്കണം. വൈക്ക് 0 കൊടുക്കുമ്പോൾ 3x is equal to 60 എന്ന് വരും. അല്ല, വൈക്ക് 0 കൊടുക്കുമ്പോൾ ഇതില്ല. 3x is equal to 60, therefore x is equal to 60/3. ആൻസർ ഈസ് 20. അപ്പോൾ ഇതിന്റെ കോർഡിനേറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഒരു ഗ്രാഫിന്റെ കോർഡിനേറ്റ് കിട്ടി. ഇനി അടുത്ത ഗ്രാഫ് ഏതാണ്? x plus 3y less than or equal to 30. അതിന്റെ ബോക്സ് നമ്മൾ വരയ്ക്കുക. ഇതുപോലെ തന്നെ x എന്നും y എന്നും അടയാളപ്പെടുത്തുക. നമ്മളിങ്ങനെ വരച്ചു. എക്സിന് 0 കൊടുക്കുക. അപ്പൊ ഇതില്ല, 3y മാത്രമേ ഉള്ളൂ. 3y is equal to 30. y കിട്ടാൻ 30യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10. ദെൻ അടുത്തത് yക്ക് 0 കൊടുക്കുക. yക്ക് 0 ഇതില്ല, അപ്പൊ x is equal to 30. അപ്പോൾ നമുക്ക് കോർഡിനേറ്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഗ്രാഫ് വരയ്ക്കണം. ഓക്കെ, ഞാൻ നേരത്തെ ഗ്രാഫിനകത്ത് 1 2 3 4 ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്കിവിടെ 15 20 30 ഒക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഗ്രാഫിനകത്തെ അക്കങ്ങളൊന്ന് മാറ്റിയേക്കാം. നമുക്കൊരു 15 20 ഒക്കെ ഉണ്ട്. 5 10 എടുത്തേക്കാം. 5 10 15 20. ഓക്കെ, അങ്ങനെ മേലോട്ട് പോകാം. ഇവിടെ അതുപോലെ തന്നെ 5 10 15 20, അങ്ങനെ അതും അങ്ങോട്ട് പോകാം. 25 30 അങ്ങോട്ട് പോട്ടെ. നെഗറ്റീവ് തൽക്കാലം ഇപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് ഞാൻ അടയാളപ്പെടുന്നില്ല, മായ്ച്ചു കളഞ്ഞേക്കാം. അവിടെ 5 10 നെഗറ്റീവ് 5 10 അങ്ങനെ തന്നെ അടയാളപ്പെടുന്നു. ഇനി 0ക്ക് നേരെ 15 ഇങ്ങനെ എടുക്കരുത്. 0 15 ഇങ്ങനെ എടുക്കരുത്, അബദ്ധം സംഭവിക്കരുത്. 0 20 എടുക്കരുത്. 0 15. അപ്പൊ 0 എടുത്തു, അതിന് നേരെ 15 ഇവിടെയാണ്. ഓക്കെ, ഇതിനടുത്ത് 20 0. എക്സിൽ 20 എടുക്കണം. ആദ്യമേ എക്സിൽ 20 ഇവിടെ. 0 എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, 20ൽ തന്നെ. ഈ ഗ്രാഫ് നമ്മളൊന്ന് പ്ലോട്ട് ചെയ്യുന്നു. ആ ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ ഇത് ഇങ്ങനെ വരും. ഇതിന്റെ ഷെയ്ഡ് എങ്ങോട്ടാണ് തീരുമാനിക്കുന്നത്. ഗ്രാഫിന്റെ പേര് എഴുതണം. ഈ ഗ്രാഫിന്റെ പേരെന്ന് പറയുന്നത് ഇതാണ്. 3x plus 4y less than or equal to 60. അത് നിങ്ങളെന്ന് പറഞ്ഞ് എങ്ങനെ വരും? ഷെയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രാഫ് കടന്നു പോകാത്ത ഒരു പോയിന്റ് എടുക്കണം. എളുപ്പത്തിൽ 0 0 എടുക്കണം. ഇനി 0 0 പോയിരുന്നെങ്കിലോ ഈ വരുന്ന പോയിന്റ് എടുക്കുക. ഈ 5 എക്സിന് 5 വൈക്ക് 0 കൊടുക്കുക. അന്നേരം നമ്മൾ നോക്കുക. അപ്പൊ ഇങ്ങനെയായിരുന്നുവെങ്കിൽ ഇങ്ങനെ നമ്മൾ പോയി ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ സെന്ററിലൂടെ പോയാൽ 0 പോയാൽ അപ്പൊ ഇവിടെ 5 ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഗ്രാഫിനകത്തോട്ട് 5 0 എന്ന് പറയുന്ന പോയിന്റ് എക്സിന് 5 വൈക്ക് 0 കൊടുക്കണം. അപ്പൊ ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കുക. ട്രൂ ആണെങ്കിൽ ഈ 5ന്റെ അടുത്തേക്ക് ഷെയ്ഡ് ചെയ്യണം. ഫോൾസ് ആണെങ്കിൽ 5ന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഷെയ്ഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ 0 0 അല്ല പോയിരിക്കുന്നത്. നമുക്ക് 0 0 എന്ന് പറയുന്ന പോയിന്റ് എടുത്ത് ഇതിനകത്ത് കൊടുക്കണം.
അപ്പൊ 0, 3 into 0 0 plus 4 into 0 0 less than or equal to 60. 0 less than or equal to 60. ഇത് ട്രൂ ആണ്. അപ്പൊ ഈ ഷെയ്ഡ് ഇങ്ങോട്ട് വരും. ഓക്കെ, അടുത്ത ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. 0 10, 0ക്ക് നേരെ 10 എടുത്തു. then 30 0 എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടാവും. ഓക്കെ, ആ ഗ്രാഫ് നമുക്കൊന്ന് വരയ്ക്കാം. അപ്പൊ ഈ 10ഉം 30ഉം ആണ്. ഈ ഗ്രാഫ് നമ്മൾ വരച്ചു കഴിഞ്ഞു. പിന്നെ അതിന്റെ ഷെയ്ഡ് എങ്ങോട്ടാന്ന് തീരുമാനിക്കണം. അപ്പോൾ അതിന്റെ ഇക്വേഷൻ ഇതാണ് അല്ലേ, x plus 3y less than or equal to 30. അവിടെ നമുക്ക് 0 0 കൊടുക്കണം, കാരണം ഇതുവഴി അല്ല പോയിരിക്കുന്നത്. 0 കൊടുക്കുമ്പോൾ 0 പ്ലസ് ഇവിടെ 0 കൊടുക്കുമ്പോൾ 3 into 0 0 less than or equal to 30. ടോട്ടലി 0 less than or equal to 30. ഈ പ്രസ്താവനയും ട്രൂ ആണ്. അപ്പൊ ഇതിന്റെയും ഷെയ്ഡ് എങ്ങോട്ട് വരും? ഇങ്ങോട്ട് വരും. കണ്ടോ, ഈ രണ്ട് ഗ്രാഫ് 4 ഗ്രാഫ് ഉണ്ട്. ആദ്യം നമ്മൾ ഓൾറെഡി അങ്ങോട്ട് വരച്ചു, ഫസ്റ്റ് ക്വാഡ്രന്റ് വരച്ചു. എല്ലാ ഷെയ്ഡും കൂടെ കൂടി ചേരുന്നത് ഇതാണ്ട് ഈ ഭാഗത്തായിരിക്കും. ഇങ്ങനെ ഒരു ചെറിയ ഭാഗമുണ്ട്. ഈ ഭാഗത്ത് എല്ലാ ഗ്രാഫുകളും കൂടിച്ചേരും. അപ്പൊ ഇതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ അല്ലെങ്കിൽ സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്നത്. ഇവിടെ ആയിരിക്കും അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ചോദ്യത്തിന് എത്ര മാർക്കായിരുന്നു? 3 മാർക്കായിരുന്നു. അങ്ങനെ 3ഉം 2ഉം 5 മാർക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ചാപ്റ്ററിനെ സംബന്ധിച്ച് വലിയ പ്രയാസമുള്ള ചാപ്റ്റർ അല്ല ഇത്. വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് അടുത്ത ചോദ്യങ്ങൾ ഇതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇഷ്ടം പോലെയുണ്ട്. ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്യാം, നിങ്ങൾ തനിയെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതുകൊണ്ട് ഈ ചാപ്റ്റർ നമുക്ക് ഇത്രയേ ഉള്ളൂ, പഠിക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ. ഇനി വീണ്ടും ഒരു റിവിഷന്റെ സമയത്ത് ഞാനിത് വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ ഈ ചോദ്യം എന്തായിരുന്നാലും ഈ ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് ചെയ്ത് പഠിക്കുക, വായിച്ച് പഠിക്കരുത്, നന്നായിട്ട് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് ഷുവർ ആയിട്ടും 5 മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു പുതിയ ചാപ്റ്ററുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.